ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് കുറുമേൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ പാൻ ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു തണ്ട് കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഫ്രൈ ചെയ്യാമെന്ന് പറയുമ്പം ആ ഒരു മുട്ട ഈ ഒരു കുരുമുളകിലൊക്കെ കിടന്നിട്ടൊന്ന് കളറ് മാറണം. ഇനി നമുക്കതൊന്ന് പാനിൽ നിന്ന് എടുത്തിയാൽ പിന്നെ അതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി ഒരു 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് തിന്നായിട്ട് അരിയണമെന്നൊന്നുമില്ല, നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി അതൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ വഴറ്റി വന്നോളും. ഇനി അതിലേക്ക് ഒരു പച്ചമുളക്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 2 അല്ലി വെളുത്തുള്ളി ഇത്രയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയാൽ പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിപ്പോണ്ട, മുട്ടക്കറിയാണ്, അപ്പം അത് കൂടിപ്പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, അതൊന്ന് നോക്കിയാൽ മതി. പിന്നെ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഒന്നെടുത്തിട്ടുള്ളത്. എരിവ് കുറഞ്ഞതാണെങ്കിൽ ഒരു 2 എണ്ണം 3 എണ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ വഴറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 8-10 കാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കുതിർത്ത് വെച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് നേരം ഇളക്കി കൊടുത്തേ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് ചൂടാറിയ പിന്നെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഇത് അതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ഏലക്ക, 3 ഗ്രാമ്പ്, ഒരു ചെറിയ പീസ് പട്ട ഇത്രയും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു പിടി മല്ലിച്ചപ്പ്, ഒരു 1-2 ടേബിൾ സ്പൂൺ ഇട്ടാൽ, ഒരു പിടിയല്ല. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്, എന്നാൽ ആ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് തേങ്ങയുടെ 2ാം പാൽ ഒരു 1.5 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി നല്ലപോലെ തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല അത്രയും മതി. നമ്മൾ ഗ്രാമ്പും പട്ടയും ഒക്കെ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പുഴുങ്ങിയിട്ട് മാറ്റി വെച്ചിട്ടില്ലേ ആ ഒരു മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഇതിൽ തക്കാളി ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു തക്കാളിയുടെ പകുതി ഒന്ന് നീളത്തിലരിഞ്ഞിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഒരു മുട്ടയും കറിയിലേക്കൊന്ന് മിക്സായി വരട്ടെ. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5-10 മിനിറ്റ് നേരം അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാനും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്ന് ഒരു 10 മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ ഒന്ന് വെറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിലേക്ക് നമുക്കിതിലേക്കൊരു 1/2 കപ്പ് അളവിൽ തേങ്ങയുടെ 1ാം പാലില്ലേ നല്ല കട്ടിയുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അതിന് അതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. വെള്ളയപ്പത്തിൻ്റെയും ഊത്തപ്പത്തിൻ്റെയൊക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഇത് ഒരു 2 മിനിറ്റ് നേരം കൂടി തിളക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫായി കൊടുക്കാം. 1ാം പാൽ ചേർത്തിട്ട് ഒരുപാട് നേരം തിളപ്പിക്കരുത്, പാലൊന്ന് പിരിഞ്ഞ പോലായിപ്പോവും, അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള എഗ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം നല്ല റെസിപ്പീസായിട്ടും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ അർഷ റഫി. സ്റ്റേ ട്യൂൺ. ബൈ.